ഓക്കെ, ഞാൻ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എല്ലാവർക്കും. വലിയ വിഷയമൊന്നും ഇല്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇന്നലത്തെ വോയിസ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇന്ന് മാറ്റിയിട്ട് ഒന്നേന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് കംപ്രസർ എന്ന് പറഞ്ഞ സാധനം എഫക്റ്റീവ് അല്ല. 0.8 ആണ് ഇതിന്റെ എഫക്റ്റീവ്നെസ്. കംപ്രസർ മാത്രമല്ല, വേറെ എന്തും കൂടി, ടർബൈനും, രണ്ടും ഒരേപോലെയാണ്. രണ്ടിനും 0.8 മാത്രം, അതായത് 80% എഫക്റ്റീവ് ഉള്ളൂ, 100% എഫക്റ്റീവ് അല്ല. അതേപോലെ പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് കണ്ടൻസർ. രണ്ടും ഒന്ന് തന്നെയാണ്. കണ്ടൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.95 ആണ് എഫക്റ്റീവ്, അതും 100% എഫക്റ്റീവ് അല്ല. അപ്പൊ നമ്മളെ ഗ്രാഫിൽ വരുന്ന ചേഞ്ചസിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അതാണ് നമ്മളെ മിസ്സായത്. ഞാൻ ടി എസ് ഡയഗ്രം ഒന്നുകൂടെ വരയ്ക്കുന്നുണ്ട്. ടി എസ് ഡയഗ്രത്തിന് സ്വാഭാവികമായിട്ട് ഈ ഒരു മലയൊക്കെ ഉണ്ടാവും. ചെറിയൊരു മലയാണ് ഫസ്റ്റ് മോഡലിൽ. അപ്പൊ ഞാൻ ഒന്നാമത്തെ പോയിന്റ് എടുക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എടുത്തു, അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് ഉണ്ടാവുക ഫസ്റ്റ് പോയിന്റ്. അപ്പൊ അറ്റ്മോസ്ഫറിക് പ്രഷർ ഞാൻ മാർക്ക് ചെയ്യുന്നതാണ്. ചെരിഞ്ഞു വന്ന് മലേൻ്റെ ഉള്ളിൽ കയറി സ്ട്രെയിറ്റ് ആയി അങ്ങനെ പോയി. അറ്റ്മോസ്ഫറിക് പ്രഷറിൽ വന്നിട്ടുള്ള സാധനം ഫസ്റ്റ് റാമിങ് ആക്ഷൻ വഴി ഒരു ചെറിയൊരു പ്രഷർ കയറും. അതാണ് 2 എന്ന് പറഞ്ഞ പോയിന്റ്. അതായത് പൈപ്പിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് റാമിങ് ആക്ഷൻ ഉണ്ടാവും, ഒരു ചെറിയൊരു കംപ്രഷൻ പ്രോസസ് അവിടെ നടക്കും. അതാണ് ഞാൻ അവിടെ 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. 2 എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് അത് നേരെ എവിടത്തേക്ക് പോകും? നമ്മളെ കംപ്രസറിലേക്ക് പോകും, നമ്മളെ മെയിൻ കംപ്രസർ. അതാണ് 3 എന്ന് പറഞ്ഞ പോയിന്റ്. അവിടെ ഐസെൻട്രോപിക് കംപ്രഷൻ തന്നെയാണ്, അതുകൊണ്ട് കുത്തനെ മുകളിലോട്ടേക്ക് പൊക്കിയിട്ടേ ഉള്ളത്. 3 എന്ന് പറഞ്ഞ പോയിന്റ് നേരെ ഹീറ്റ് എക്സ്ചേഞ്ചർ, കംപ്രസർ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പോലെ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെ കണ്ടൻസറിലേക്കാണ്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിലാണ് തണുപ്പിക്കുക. അതുകൊണ്ട് ഞാൻ 4 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വന്നു. 4 എന്ന് പറഞ്ഞ പോയിന്റ് നേരെ തിരിച്ച് ടർബൈൻ വഴി പ്രഷർ കുറച്ച് ക്യാബിൻ പ്രഷർ വരെയാണ് എത്തുക. അതാണ് 5 എന്ന് പറഞ്ഞ പോയിന്റ്. 5 എന്ന് പറഞ്ഞ പോയിന്റിൽ വേറെ പ്രഷർ ആയിരിക്കും, അതിനെയാണ് ക്യാബിൻ പ്രഷർ എന്ന് പറയാം. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഒന്നാമത്തത് അറ്റ്മോസ്ഫറിക് പ്രഷർ ATM. 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ളത് റാമിങ് ആക്ഷൻ കാരണമുള്ള പ്രഷർ, അത് ഞാൻ റാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ പോയിന്റിലുള്ളത് കംപ്രസർ കാരണമുള്ളത്. ലാസ്റ്റുള്ള പ്രഷർ 5ാമത്തെ പോയിന്റിലുള്ള പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനിലുള്ള പ്രഷർ. നമ്മള് പിന്നെ 5-ന്ന് 6ലേക്ക് മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്തിട്ട് ടെമ്പറേച്ചർ കൂടിക്കൊണ്ട് കോൺസ്റ്റന്റ് പ്രഷറിൽ. അപ്പൊ അതാണ് 6. ഇതാണ് നമ്മളെ പ്രോസസ്സ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ബാക്കി എല്ലാ പോയിന്റൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്. പക്ഷെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ കംപ്രസർ 100% എഫക്റ്റീവ് അല്ല. അപ്പൊ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ കംപ്രസർ 100% എഫക്റ്റീവ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ വല്ലാണ്ട് ഓവർ ഹീറ്റ് ആകുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ എയറും എന്തായിരിക്കും, ടെമ്പറേച്ചർ കൂടും, എയറിന് ടെമ്പറേച്ചറും കൂടും. അത് 2 to 3 കംപ്രസർ. ഈ ചോപ്പ് ലൈൻ ഇതാണ് നമ്മളെ കംപ്രസറിന്റെ ലൈൻ. കംപ്രസർ വർക്ക് ചെയ്യുക ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് നടക്കുന്നത്. അപ്പൊ 2 to 3 ഐസെൻട്രോപിക് ആയിട്ട് ഞാൻ കുത്തനെ മുകളിലോട്ടേക്ക് പൊന്തിച്ചിട്ടുണ്ട്. ഈ പ്രോസസ്സിന്റെ അകത്ത് വരുന്ന പ്രശ്നം വെച്ചാൽ കംപ്രസർ എഫക്റ്റീവ് അല്ല. അപ്പൊ 3 എന്ന് പറഞ്ഞ പോയിന്റിലല്ല ടെമ്പറേച്ചർ ഉണ്ടാവുക, അതിനെക്കാട്ടി 3 എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചറിനെ കാട്ടി കുറച്ചുകൂടെ കൂടുതലായിരിക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് കൂടുതൽ വരക്കുക? 2-ന്ന് 3ലേക്ക് പോകുമ്പോൾ എനിക്ക് ഇടത്തോട്ടാണോ പോകേണ്ടത് വലത്തോട്ടേക്കാണോ പോകേണ്ടത്? ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുക. കാരണം 3-ന്ന് നമ്മൾ ഏത് പോയിന്റ് എടുത്താലും, ഈ പോയിന്റ് എടുത്താലും ഒക്കെ എന്താണ്, ടെമ്പറേച്ചർ കുറവാണ്. 3-ന്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും. അപ്പം കണ്ടോ, ചെറിയൊരു സ്ലോപ്പ് ഇട്ട് കൊടുത്തിയാൽ. എന്നിട്ട് ഈ ഒരു പോയിന്റ് ഞാൻ പുതിയ നമ്മളെ 3 ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല, അതിന് ഞാൻ 3 ഡാഷ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ,
കംപ്രസർ എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് 3 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല, 3 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. എന്നിട്ടായിരിക്കും അത് എങ്ങോട്ടേക്ക് വരിക, നമ്മളെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരിക, 4 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുക. ഇതാണ് ശരിക്കുള്ള പ്രോസസ്സ്. ശരിക്കുള്ള പ്രോസസ്സ് വരുന്നത് 1 തുടങ്ങി 2 2 നേരെ 3 3-ലേക്കാണ് പോകുന്നത്, എന്നിട്ടാണ് അത് 4 വരിക. അതേപോലെ തന്നെ നമുക്ക് അടുത്ത പറഞ്ഞിട്ടുള്ളത് ടർബൈനും എന്താണ് 100% എഫക്റ്റീവ് അല്ല എന്ന് വെച്ചാൽ ടർബൈനും ഓവർ ഹീറ്റ് ആകുന്നുണ്ട് എന്ന് അർത്ഥം. അപ്പൊ 4-5 ടർബൈന്റെ പ്രോസസ്സ് വരുന്നത്. അപ്പൊ നമ്മൾ 5 എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചർ എന്താക്കണം, കുറച്ചുകൂടെ കൂട്ടണം. അപ്പൊ നമ്മൾ എങ്ങോട്ടേക്കായിരിക്കും പോകേണ്ടി വരിക? പോയിന്റ് ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ കൂടണം. എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടണം എന്നാണ്. അപ്പൊ 4 to 5 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ എടുത്തേക്കായിരിക്കും എടുക്കേണ്ടത്. ശരിക്കുള്ള പ്രോസസ്സ് നടക്കുക ഇങ്ങോട്ടേക്ക് വന്നാൽ 5' ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 5' അതാണ് ശരിക്കുള്ള പ്രോസസ്സ്. പിന്നെ 5' എന്നാണ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്, 6 പോകുന്നത്. ഇത്രയും ഭാഗത്താണ് നമ്മളെ പ്രോസസ്സ് നടക്കുന്നത്. ഇതാണ് നമ്മളെ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെമ്പറേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചർ വരുന്നത് ഇത്രയാണ്. 5' കുറച്ചുകൂടെ കൂടുതലല്ലേ? ഓക്കെ, 5' കുറച്ചുകൂടെ കൂടുതലാണ്. അതായത് ടർബൈൻ എഫിഷ്യന്റ് അല്ല, നമ്മളത് ഗ്രാഫിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ 3 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണെങ്കിൽ താഴത്താന്ന് വരിക, 3' കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയിട്ട് ആണ് വരിക. അതുകൊണ്ട് നമ്മളെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. ഇനി നമുക്ക് അടുത്ത ആ 3' കണ്ടുപിടിക്കണം, 5' കണ്ടുപിടിക്കണം. 4, 3', 4, 5' ഇതൊക്കെ കണ്ടുപിടിക്കണം. അതിനുള്ള പരിപാടിയാണ് എഫിഷ്യൻസി ഓഫ് കംപ്രസർ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 0.8 ആണ്. 0.8 എന്ന് പറഞ്ഞ സംഖ്യ 1-നേക്കാട്ടിയും ചെറുതാണ്. 1-നേക്കാട്ടി ചെറിയൊരു സംഖ്യ കിട്ടണേ നമ്മൾ ചെറിയ വാല്യൂ ഡിവൈഡ് ബൈ വലിയ വാല്യൂ ചെയ്താലേ നമുക്ക് 1-നേക്കാട്ടിയും ചെറിയൊരു സംഖ്യ കിട്ടുള്ളൂ. അതായിരുന്നു ഇന്നലെ അടുത്ത പറഞ്ഞ പോയിന്റ്. അപ്പൊ നമ്മളെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, 2 to 3 അല്ലെ 2 to 3' എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. ആ പ്രോസസ്സ് ഞാൻ എടുത്തു, 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സ്. എഫിഷ്യൻസി ഓഫ് കംപ്രസർ ഇസ് ഈക്വൽ ടു 0.8 ആണ്. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ചെറിയ വടി, ഏതാണ് വലിയ വടി, ഏതാ വലിയ ലൈന്, ഏതാ ചെറിയ ലൈന്. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാലോ ഏതാ വലിയ ലൈന്. 2 to 3' ആണോ വലുത്, അല്ലെ 2 to 3 ആണോ വലുത്? ആ ഒറ്റ നോട്ടം ഞാൻ ചോപ്പില അല്ലെ, ചോപ്പ് വരെയാണോ വലുത്, നീല വരെയാണോ വലുത്? വലുത് പറയുന്നത് നീല വരെയാണ്, ചോപ്പ് എന്ന് പറയുന്നത് ചെറിയ. അപ്പൊ T3 മൈനസ് T2 എന്ന് പറഞ്ഞത് ചെറിയ ലൈൻ ഡിവൈഡ് ബൈ T3' മൈനസ് T2 എന്ന് പറയുന്നത് എന്താണ്, വലിയ ലൈൻ. അപ്പൊ ചെറുത് ഡിവൈഡ് ബൈ വലുത് എന്നായി. അപ്പൊ നമുക്ക് 1-നേക്കാട്ടും ചെറിയ വാല്യൂ അല്ലേ കിട്ടുക. അങ്ങനെ നമുക്ക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ കണ്ടുപിടിക്കാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു T3 ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. T3 എത്ര വരുന്നത്, 463.19 മൈനസ് T2 എനിക്കറിയാം 301.39 ഡിവൈഡ് ബൈ T3' എനിക്ക് അറിയില്ല, അത് അവിടെ കിടക്കട്ടെ. മൈനസ് T2 എനിക്ക് ഓൾറെഡി അറിയുന്നതാണ് 301.39 തന്നെയാണ്. ഇതാണ് ഈക്വൽ ടു 0.8. അപ്പൊ ഇതിന്റെ അകത്ത് അൺനോൺ ആയിട്ടുള്ള വാല്യൂ ഈ ഒറ്റ സാധനമേ ഉള്ളൂ, T3' കൂളായിട്ട് കിട്ടും. T3' ഇസ് ഈക്വൽ ടു എന്ത് ആൻസർ കിട്ടും, 503.64 കെൽവിൻ. നോക്കിക്കോ ഇനി ആൻസറിലേക്ക്. T3 എത്രയായിരുന്നു, 463.19. T3' എത്ര കിട്ടിയേ, 463-നെക്കാട്ടിയും വലിയ വാല്യൂ അല്ലേ, 503 ഉണ്ടല്ലോ, വലിയ വാല്യൂ ആണ്. അപ്പൊ T3 എനിക്കറിയാം 463 T3' എനിക്കിപ്പം മനസ്സിലായി 503 വലിയ വാല്യൂ. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ വളരെ ശരിയാണ്. നമുക്ക് ആ പോയിന്റ് കിട്ടിയത് അങ്ങനെ തന്നെയാണ്. T3 എന്ന് പറഞ്ഞത് ചെറിയൊരു വാല്യൂ, T3' ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വലിയ ടെമ്പറേച്ചറുമാണ്. അതും ഓക്കെ ആയി. T3' പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ടർബൈനിലേക്ക് പോകും. ടർബൈൻ വർക്ക് ചെയ്ത് 4-5
ഈ സെയിം മെത്തേഡ് ആ ടർബൈൻ്റെ അകത്ത് ഉപയോഗിച്ച് നോക്കി. ഗ്രാഫ് അവിടെ തന്നെ വെക്കുന്നുണ്ട്. ഗ്രാഫ് അവിടെ തന്നെ വെച്ചിട്ട് ടർബൈൻ്റെ കാര്യം നോക്കി. ടർബൈൻ വർക്ക് ചെയ്യുന്നത്, ടർബൈൻ എവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് 4 to 5 എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് ടർബൈൻ ഉള്ളത്. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് എഫിഷ്യൻസി ഓഫ് ടർബൈൻ ഈക്വൽ ടു 0.8. നേരത്തെ അതേ പരിപാടി ചെയ്ത് നോക്കി, സെയിം പരിപാടി ചെയ്ത് നോക്കിയാൽ മതി. 0.8 എന്ന് വെച്ചാൽ 1-നെക്കാട്ടിയും ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ 1-നെക്കാട്ടിയും ചെറിയ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ചെറുത് ഡിവൈഡ് ബൈ വലുത് എടുക്കണം. ഈ നീല വരെയാണോ ചെറുതല്ലേ? ടർബൈൻ്റെ 0.8 തന്നെയാണല്ലേ. ടർബൈനും കംപ്രസറും 0.8 എന്നല്ലേ പറഞ്ഞിട്ടില്ലേ. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ എഫക്റ്റീവ്നെസ് 0.9 തന്നിട്ടുള്ളത്, 9.5. അപ്പൊ ടർബൈൻ്റെ നമുക്ക് 0.8 ആയിട്ടുണ്ട്. 4 5 ആണോ ചെറുത്, അല്ലെ 4 5 ആണോ ചെറുത്? ഏതാ ചെറിയ വര? ഒട്ടങ്ങോട്ട് തന്നെ കണ്ടാൽ മനസ്സിലാവും. T4 മൈനസ് T5 ഇതാണ് എന്തെന്ന് ചെറുത്, ഡിവൈഡ് ബൈ വലുത് എന്ന് വെച്ചാൽ എന്താണ് T4 മൈനസ് T5. ഞാൻ T4 മൈനസ് 5 എന്ന് എടുക്കാൻ കാരണം 4ലാണ് കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത്, 5 കുറവാണ്. അതുകൊണ്ട് 4 മൈനസ് 5 എന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. T4 തന്നിട്ടില്ല, T4 അവിടെ കിടക്കട്ടെ, എനിക്ക് കിട്ടിയിട്ടില്ല അതിന്റെ ഉത്തരം, നമ്മൾ കണ്ടുപിടിച്ചില്ല ഇതുവരെയായിട്ടും. T5 അതിന്റെ ഉത്തരം അറിയില്ല, അടക്കട്ട്. T4 അറിയില്ല, മൈനസ് T5 അറിയില്ല. അപ്പൊ 0.8 ഈസ് ഈക്വൽ ടു ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ നമുക്ക് അവിടെ എത്തിയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷൻ അവിടെ കിടക്കട്ടെ, ഇക്വേഷൻ 1 അവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ 4ഉം 5ന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു 4ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് എന്താന്ന് ക്വസ്റ്റ്യനിലേക്ക്, അതിനാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ എഫക്റ്റീവ്നെസ്, ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ്, അതായത് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ HE കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസറിന്റെ ഇതാണ് ഇന്നലെ പറഞ്ഞത്, മെയിനായിട്ട് ആലോചിച്ച് വെക്കണം എന്ന് പറഞ്ഞത്. കണ്ടൻസർ ഡിവൈഡ് ബൈ കംപ്രസർ, ഇതാണ് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ എഫക്റ്റീവ്നെസ്. കണ്ടൻസർ വർക്ക് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? 3' to 4, ഈ ഒരു ഇത്രയും ഭാഗത്താണ് കണ്ടൻസർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കണ്ടൻസറിന്റെ 3' to 4 ആണ്, അതായത് T3' മൈനസ് T4 ഡിവൈഡ് ബൈ കംപ്രസർ വർക്ക് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? T3' മൈനസ് T2, 2 3'ലേക്കാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 0.95 ആണ് തന്നിട്ടുണ്ട്, ഈക്വൽ ടു T3' ഞാനിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് എത്ര കിട്ടിയ 503.64 എന്നിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. മൈനസ് T4 എനിക്ക് അറിയില്ല, അവിടെ കിടക്കട്ട്, ഡിവൈഡ് ബൈ T3' സെയിം തന്നെയാണ് 503.64 മൈനസ് T2 എനിക്ക് ആദ്യം അറിയാം, അതല്ല നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ്. T2ന്റെ വാല്യൂ വരുന്നത് 301.39. ഇതിൻ്റെ അകത്ത് എനിക്ക് സുഖമായിട്ട് T4 കണ്ടുപിടിച്ചൂടെ? ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഇക്വേഷൻ സോൾവിങ് ഒന്നും പറഞ്ഞില്ല, S7 എത്തിയില്ലേ. വരുന്നത് 311.50 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. T4 കിട്ടിയല്ലോ. T4 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ അപ്ലൈ ചെയ്യാം. നമ്മളെ തൊട്ട് മുകളിലത്തെ ഇക്വേഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നോക്കാം, T4ന്റെ വാല്യൂ എനിക്ക് കിട്ടി. ഞാൻ ഈ ഇക്വേഷൻ എടുക്കുന്നു. 0.8 is equal to T4 മൈനസ് T5' ഡിവൈഡ് ബൈ T4 മൈനസ് T5 എന്നായിരുന്നു ഉണ്ടായത്. is equal to T4ന്റെ വാല്യൂ എനിക്കിപ്പം കിട്ടിയത് 311.50 മൈനസ് T5' എനിക്ക് അറിയില്ല, അവിടെ കിടക്കട്ടെ, ഡിവൈഡ് ബൈ T4 311.50 മൈനസ് T5 എനിക്കറിയില്ല, അതും അവിടെ കിടക്കട്ടെ. T5ഉം T5' അറിയില്ല. അപ്പൊ നമ്മൾ പെട്ട് കിടക്കാം. എന്താ ചെയ്യാ അതിന് വേണ്ടിയിട്ട്? പെട്ടു. T5 അറിയില്ല, T5' അറിയാം.
നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ ഗ്രാഫിലേക്ക് പോന്നു. ഗ്രാഫ് പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി 4 5 പ്രോസസ് എന്താണ്. 4 to 5 എന്ന് പറഞ്ഞ പ്രോസസ് ടർബൈനാണ്. ടർബൈനിൽ വർക്ക് ചെയ്യുക ഐസെൻട്രോപിക് ആണ്. 4 5 പ്രോസസ് ആണ്, 5' അല്ല. 4 5 പ്രോസസ് എനിക്കറിയാം ടർബൈൻ ആണ്. അവിടെ എപ്പോഴും നടക്കാറ് എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ് ആണ്. നമുക്ക് അവിടത്തേക്ക് പോവാം. ഐസെൻട്രോപിക് ആണ് പ്രോസസ്. ഐസെൻട്രോപിക് ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറിന്റെ ആ റിലേഷൻ അറിയാം. T4 divided by T5 is equal to P4 divided by P5 raised to gamma minus 1 divided by gamma. എന്താണെന്നറിയാം? T4 അറിയാം 311 പോയിന്റ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് T5 ആണ് കണ്ടുപിടിക്കണ്ടേ. T5ന്റെ ഇക്വേഷനിലേക്ക് എങ്ങനെ മാറ്റാം? ഇങ്ങനെ എഴുതാം. T5/T4 is equal to എന്തായിട്ട് എഴുതാം? P5/P4 raised to gamma minus 1 divided by gamma എന്ന് എഴുതാം. അപ്പൊ T5 is equal to P5/P4 raised to gamma minus 1 divided by gamma into T4 ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതിനെ എനിക്ക് അഗൈൻ സിംപ്ലിഫൈ ചെയ്യാം. T5 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു P5 എനിക്കറിയാം. ക്യാബിൻ പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ് ക്യാബിൻ പ്രഷർ? എത്രയും തന്നെ ഓർമ്മയുണ്ട? 1.06 ബാർ. 1.06 ആണ് തന്നിട്ടില്ല ക്യാബിൻ പ്രഷർ. 5ലും 6ലും ഒക്കെ ക്യാബിൻ പ്രഷറാണ്. 1.06 ഡിവൈഡ് ബൈ P4 എത്രയാണ്? P4 എന്ന് പറയുന്നതും P3 എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. അപ്പൊ എത്ര വരിക? P4 is equal to P5 is equal to എത്രയാണ്? ചിന്തിക്ക് കുറച്ച്. കുറെ സമയം നമ്മൾ ഇത് വെച്ചിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നുമില്ല. നമുക്ക് P3/P2 തന്നിട്ടുണ്ട് 4.5 ആണ്. P2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ P3 is equal to എത്രയാണ്? 4.5 into P2. P2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. എത്രയായിരുന്നു കിട്ടിയത്? ഓർമ്മയുണ്ടോ? 4.5 into P2ന്റെ വാല്യൂ എത്ര കിട്ടിയേ? ആർക്കും ഓർമ്മയില്ലേ? 0.56 ബാർ. 0.56 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2.54 ആണ് കിട്ടും. P3 എന്ന് പറയുന്നതും ഈക്വൽ ടു എന്താണ്? P4 ആണ്. അപ്പൊ P4 is equal to P3 ആണ്. രണ്ടും ഐസോബാറിക് പ്രോസസ് ആയിരുന്നു. 3 4ലേക്ക്. അപ്പൊ 1.06 ഡിവൈഡ് ബൈ P4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം? 2.56 ആണെന്നറിയാം. റേസ് ടു 1.4 minus 1 divided by 1.4 into T4 തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ് 311.50. ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? T5 is equal to എത്രയായിരുന്നു കിട്ടുക? T5 is equal to 242.673 കെൽവിൻ. T5 കിട്ടി. T5 കിട്ടിക്കഴിഞ്ഞാൽ എവിടത്തേക്ക് പോവാ? ഇനി നമുക്ക് അറിയാനുള്ളത് T5' ആണ്. T5 കിട്ടിയ സ്ഥിതിക്ക് ഇവിടത്തേക്ക് തന്നെ വരിക. which is equal to implies 0.8 is equal to T4 അറിയാം 311.50 മൈനസ് T5' അറിയില്ല, അടക്കെടുക്കട്ടെ, ഡിവൈഡ് ബൈ 311.50 മൈനസ് T5 ജസ്റ്റ് നമുക്കിപ്പം കിട്ടിയതാണ് 242.67. ഇതിൻ്റെ അകത്തുനിന്ന് T5' എനിക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 256
0.44 കെൽവിൻ. T5ഉം T4ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയേ. T5 256, T5 എത്ര കിട്ടിയേ? 242. കൂടുതലല്ലേ T5. T5 242 കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ ടർബൈൻ എഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ട് ടർബൈനിൽ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതായത് T5 നമുക്ക് ഇപ്പൊ എത്ര ശരിക്കും കിട്ടി? 256. 242 കൂടുതലല്ലേ 256 എന്ന് പറയുന്നത്. അപ്പൊ അതും കിട്ടി. ഇനി ലാസ്റ്റ് ഉള്ള പരിപാടിയാണ് എന്ത്? നമുക്കുള്ള പോയിന്റ് ഒക്കെ കിട്ടി, സകല എടുത്തുള്ള പോയിന്റും കിട്ടി. ലാസ്റ്റ് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? എല്ലാ പോയിന്റിലുള്ളയും വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ സുഖമായിട്ട് അത് കണ്ടുപിടിച്ചു കൊടുത്തു. ക്വസ്റ്റ്യനിൽ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യനിലേക്ക് പോലെ എല്ലാ ക്വസ്റ്റ്യനാണ്. ക്യാബിൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 1.06ഉം. ക്യാബിൻ T6 നമുക്ക് ഓൾറെഡി തന്നതാ, 25°C ആണെന്നുള്ളത്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. T6 നമുക്ക് തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ ചോദിച്ചില്ല. ഡിറ്റർമൈൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് ഓൾ പോയിന്റ്സ്. ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള COPയും പവർ റിക്വയർഡ്. COPയും കണ്ടുപിടിക്കണം, പവർ റിക്വയർഡും കണ്ടുപിടിക്കണം. അതാണ് ഇനി ലാസ്റ്റ് ടാസ്ക് വരുന്നത്. അപ്പൊ ലാസ്റ്റ് ടാസ്കിലേക്ക് നമുക്ക് കടക്കാം. COPയും പവർ റിക്വയർഡ്. ഞാൻ തൽക്കാലം ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പവർ റിക്വയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂൾ ആണ്, MCP ΔT ആണ്. ΔT എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ വർക്ക് ചെയ്യുന്നത് T3- T2 ആണ്. ശരിക്കുള്ള വർക്ക് ചെയ്യുന്ന കംപ്രസർ T3- T2 ആണ്. അത് വരച്ചു. M അറിയില്ല, പക്ഷെ M കണ്ടുപിടിക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് കണ്ടുപിടിക്കാനുള്ള എങ്ങനെയാ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ നോക്കിക്കോ. റെഫ്രിജറേഷൻ സിസ്റ്റം ഓഫ് 100, ഞാൻ ഇപ്പൊ ചോപ്പ് ലൈനിൽ 100 TR കപ്പാസിറ്റി, അതായത് Q അബ്സോർബ്ഡ് നമുക്ക് തന്നിട്ടുണ്ട് 100 ടണ്ണാണ്. 100 TR കപ്പാസിറ്റി ആണ് Q അബ്സോർബ്ഡ്. നമുക്ക് അത് എഴുതാം. Q absorbed is equal to 100 ton of refrigeration. ടണ്ണിനെ മാറ്റി കിലോ വാട്ടിലേക്ക് മാറ്റണമെങ്കിൽ 100 × 3.5, അതായത് 350 കിലോ വാട്ടാന്ന് കിട്ടി. Q absorbed കണ്ടുപിടിക്കേണ്ട ശരിക്കുള്ള ഇക്വേഷൻ എന്തായിരിക്കും? Q absorbed is equal to എവിടുന്ന് എവിടത്തേക്കാ അബ്സോർബ് ചെയ്യുന്നത് ഹീറ്റ്? മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ അകത്തു നിന്നാണ് ഹീറ്റ് വലിച്ചെടുക്കുന്നത്. മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M×CP മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്ന പ്രോസസ് എവിടെയാണ്? 5-6 ആണ്. അത് എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു M അറിയില്ല. Q അബ്സോർബിന്റെ വാല്യൂ നമുക്കറിയാം 350 ആണ്. ഈക്വൽ ടു M×CP അറിയാം 1.005 ഇൻറ്റു T6 തന്നിട്ടുണ്ട് 25°C ആണ്. അതിനെ നമ്മൾ കെൽവിനിലേക്കെല്ലാം മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 298 മൈനസ് T5- നമ്മളിപ്പോ ഇത്രയും സമയമായിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ കണ്ടുപിടിച്ചതാണ് 256.44. അതിൻ്റെ അകത്ത് നിന്ന് M എത്ര കിട്ടും? M ഈസ് ഈക്വൽ ടു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8.38 kg/s. മാസ് ഫ്ലോ റേറ്റ് ആണ്. എമ്മിന്റെ മുകളിൽ എപ്പോഴും ഒരു കുത്തുണ്ട്. എമ്മിന്റെ വാല്യൂ കിട്ടി. പവർ റിക്വയർഡ് എങ്ങനെ കണ്ടുപിടിക്കാം? MCP × T3- T2. എമ്മിന്റെ വാല്യൂ കിട്ടി. ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, വേറെ സ്ഥലമില്ല, അതുകൊണ്ടാണ്. എമ്മിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അയ്യോ,
എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേറെ തന്നെ ചെയ്യാം. പവർ റിക്വയർഡ് പവർ ഈസ് ഈക്വൽ ടു എം സി പി. കംപ്രസർ വർക്ക് ചെയ്യുന്നത് T3 ഡാഷ് മൈനസ് T2 ഈസ് ഈക്വൽ ടു എമ്മിന്റെ വാല്യൂ ഇപ്പം കിട്ടി 8.38 ഇൻറ്റു സി പിന്റെ വാല്യൂ വന്നിട്ടില്ലേ? എന്താ ഇപ്പം വരും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. പവർ ഈസ് ഈക്വൽ ടു എം സി പി T3 ഡാഷ് മൈനസ് T2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എമ്മിന്റെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ച് 8.38 ആണ്. ഇൻടു സി പി എന്ന് വെച്ചാൽ 1.005 ആണ്. ഇൻടു T3 ഡാഷ് കണ്ടുപിടിച്ച് വെച്ചതാണ്. എത്രയാണ്? 503.64 മൈനസ് T2 എന്ന് പറഞ്ഞാൽ 301.39 is equal to വാല്യൂ വരും 170.332 കിലോ വാട്ട്. ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ COP is equal to നമുക്കറിയാം Q absorbed divided by power ആണ്. ഈക്വൽ ടു Q absorbed എത്രയാണ്? തൊട്ടു മുമ്പ് കണ്ടുപിടിച്ച് വെച്ചതാണ്. നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 100 TR ആണ്. 100നെ ഇതിനകത്തേക്ക് മാറ്റുമ്പോൾ 350 കിലോ വാട്ട് കിട്ടും. ഡിവൈഡ് ബൈ 170.332 പവർ റിക്വയർഡ് ഇസ് ഈക്വൽ ടു. അങ്ങനെ നമുക്ക് COPന്റെ വാല്യൂ കിട്ടുകയാണ്. എത്ര കിട്ടും? ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരു വലിയ വാല്യൂ ഉണ്ടാവും. എത്ര കിട്ടാന്ന് പറഞ്ഞേ? അതിന്റെ ആൻസർ എൻ്റെ അടുക്കില്ല. ഉണ്ടോ? 2.05. COPക്ക് യൂണിറ്റ് ഒന്നുമില്ല. ഇങ്ങനെയാണ് കിട്ടുക. ചില സമയത്ത് ചില ടെക്സ്റ്റുകളിൽ നിങ്ങൾക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് ചെയ്ത പോലെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ടർബൈൻ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ബെൽ കോളിവാൻ സൈക്കിളിന്റെ ഒരു പ്രോബ്ലത്തിന്റെ അത് ഇത് ചെയ്ത കംപ്രസറും ടർബൈനും ഒരേ ഷാഫ്റ്റിൽ കപ്പിൾ ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ടർബൈൻ എടുക്കാം. ചില ആൻസർ പേപ്പറിന്റെ അകത്ത് ഞാൻ ഇത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ COP കണ്ടുപിടിച്ചാലും ശരി തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ചില ആൻസർ പേപ്പറിന്റെ അകത്ത് നിങ്ങൾക്ക് ചില ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താലും കിട്ടുക വർക്ക് ഡൺ എടുക്കുന്ന സമയത്ത് കംപ്രസറിന്റെ മാത്രമല്ല എടുക്കുക, വർക്ക് ഡൺ മൈനസ് വർക്ക് ഡൺ ബൈ ടർബൈൻ എടുക്കും. അത് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. എന്തായാലും ആൻസർ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ ആൻസറിന്റെ അകത്ത്. വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. വർക്ക് ഡൺ ബൈ ടർബൈൻ എങ്ങനെ കിട്ടുക? MCP ഇൻടു ടർബൈൻ വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ T4 മൈനസ് T5 ഡാഷ് വരെയാണ്. ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എമ്മിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 3.83 ഇൻറ്റു CP എന്ന് വെച്ചാൽ 1.008 ആണ്. ഇൻറ്റു T4 കണ്ടുപിടിച്ച് വെച്ചാണ് എത്രയായിരുന്നു? 311.5 ആണ്. ചില ടെക്സ്റ്റിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഞാൻ ജസ്റ്റ് ഒരു നോട്ട് പോലെ പറഞ്ഞിരുന്നത് 256.44. ബെൽ കോളിവൻ സൈക്കിളിൻ്റെ അകത്താണെങ്കിൽ എന്തായാലും ഇത് ഈ വർക്ക് ഡണ്ണേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ടർബൈൻ. ചില ടെക്സ്റ്റിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ ഒരു സാധനം തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടിട്ട് എനിക്ക് കൺഫ്യൂസ്ഡ് ആവണ്ട, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ വേരിയേഷൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? വർക്ക് ഡൺ ബൈ ടർബൈൻ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
MCP ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ തന്നെ അടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എമ്മിൻ്റെ വാല്യൂ 3.83 ഇൻറ്റു 1.0085 അല്ല 0.005 ആണ്. 0.005 ഇൻറ്റു 316.5 മൈനസ് 256.44 ഈക്വൽ ടു 211.934 ഇത്രയും കിലോ വാട്ട്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എത്ര കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ടർബൈൻ 170.332 മൈനസ് 211.93. ചെറിയൊരു പണിയുണ്ട് എന്നിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി നമുക്ക്. ഇതിന്റെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയേ? ഇത് ഇതായിരിക്കൂല, 170.332 ആയിരിക്കൂല. ഒന്ന് കണക്കൂട്ടി വെക്കുവോ? എൻ്റെ അടുക്ക് എഴുതിയെത്ത് മാർക്കതാ 8.3 ഇൻറ്റു 1.005 3. കേട്ടില്ലടാ എന്താ പറഞ്ഞത്? 1703. അത്രയും വരുന്നില്ലേ? 1703 കിട്ടുന്നേ. 1703.32 ആണേ. അപ്പൊ ഇതും മാറിയ 1703.32 COP വാല്യൂ മാറും. എത്രയാ? ഈ രീതിയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ COP വാല്യൂ മാറും. ഞാൻ എഴുതിയെടുത്തൊരു പോയിന്റ് ഇടാൻ വിട്ടുപോയതാ, അതാ പണി കിട്ടി. 350 ഡിവൈഡഡ് ബൈ 1703.32 0.205 എന്നാണ് COPന്റെ വാല്യൂ കിട്ടുക. അതേപോലെ തന്നെ ഇവിടെ 1703.32 മൈനസ് 211 അത്ര കിട്ടും വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ 1703.32 മൈനസ് 211.93 ഈക്വൽ ടു 1491.39 കിട്ടും. ഇപ്പൊ പുതിയ COP എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ COP വരിക 350 Q അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ്. 1491.39 ഈക്വൽ ടു 350 ഡിവൈഡ് ബൈ 1491.39 0.234. രണ്ട് COP തമ്മിൽ ഒന്ന് കമ്പയർ നോക്കിയേ, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. 0.234 ആയിരുന്നു കിട്ടിയത്. മറ്റേ COP എത്ര കിട്ടിയത്? 2.005. വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ചെറിയ പോയിന്റിലുള്ള വ്യത്യാസം. 0.0205 0.234 ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് മൈൻഡ് ആക്കൽ എല്ലാവരും. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒന്നെങ്കിൽ നെറ്റ് വർക്ക് എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ കംപ്രസർ മാത്രം എടുത്താലും മതി. ഈ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത്, ഈ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ അകത്ത് ബെൽ കോളിമാൻ ആണെങ്കിൽ ഇതന്നെ ചെയ്യണം. ബെൽ കോളിമാൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ വർക്ക് ഡൺ എടുക്കുന്ന സമയത്ത് ഇതന്നെ ചെയ്യണം. ബാക്കി ഏത് തന്നാലും വർക്ക് ഡൺ ബൈ കംപ്രസർ മാത്രം എടുത്താൽ മതി. ടർബൈന്റെ കാര്യം നോക്കിയേ വേണ്ട, ചിന്തിക്കേ വേണ്ട. ബാക്കി ഏത് തന്നാലും. ഇത് ഞാൻ വെറുതെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇത്രയും ഭാഗം നിങ്ങൾ മൈൻഡ് ആക്കിയേ വേണ്ട. ശരിക്കും ഇത്രയും ഭാഗം മൈൻഡിൽ നിന്ന് ഒഴിവാക്കി, അത് ആവശ്യമില്ല നമുക്ക്. ശരിക്കും ചില ടെക്സ്റ്റിന്റെ അകത്ത് അങ്ങനെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. പക്ഷെ നിങ്ങളെ വാല്യുവേഷൻ സ്കീമിന്റെ അകത്ത് ഈ വാല്യൂ ഉണ്ടാവുക, ഇതന്നെ ഇട്ടാൽ മതി. ചെറിയൊരു വ്യത്യാസം വന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതൊന്നും പേടിക്കൊന്നും വേണ്ട ആ കാര്യത്തിൽ. ഇതായിരുന്നു നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിന്റെ കുറെ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്.
സെക്കൻഡ് മോഡ്യൂളിലേക്ക് ഇനി നമുക്ക് കടക്കണം അത്രേ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് തുടങ്ങാം. അതിന് നമുക്ക് ആവശ്യമുള്ളതാണ് ഡാറ്റാ ബുക്ക്. ഡാറ്റാ ബുക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡ് മോഡ്യൂളിലേക്ക് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഡാറ്റാ ബുക്ക് വരുന്നത് ഡോം കുണ്ടുവാറിന്റെ ആണ്. ഡോം കുണ്ടുവാർ എന്ന് പറഞ്ഞൊരു ഡാറ്റാ ബുക്ക് ഉണ്ട്. നിങ്ങൾ സീനിയേഴ്സിന് ഇടയ്ക്കൊന്ന് പരമാവധി ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിക്കാൻ നോക്കുക. ഞാനിപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു അതിന്റെ ഫോട്ടോ വെച്ചിട്ട് കാണിച്ചിട്ട് വരും പ്രോബ്ലം ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, പക്ഷെ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ 2-3 പ്രാവശ്യമായിട്ട് ഇരുന്ന് കാണുക. ഈ 3 സെഷനിലായിട്ടുള്ള വീഡിയോസ് 2-3 പ്രാവശ്യം ഇരുന്ന് കാണുക. ഇതാണ് ഇതിന്റെ എക്സ്ട്രീം പ്രോബ്ലം. ഇതിന്റെ അപ്പുറം ഇനി ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇതിൻ്റെ അകത്തുള്ള എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ അകത്ത്, നമ്മളെ എയറോപ്ലെയിന്റെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ അകത്ത് ഇതിലും ടഫായിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇനിയുള്ള എല്ലാം സിമ്പിൾ ആയിരിക്കും. ഈ കംപ്രസറിനൊന്നും ഇങ്ങനെ എഫക്റ്റീവ്നെസ്സോ ഇതൊന്നും തരില്ല. ഡയറക്റ്റ് കംപ്രസർ വർക്ക് ചെയ്യേണ്ടത്, മറ്റേത് വർക്ക് ചെയ്യേണ്ടത്, ഇത് വർക്ക് ചെയ്യേണ്ടത് മാത്രമേ പറയുള്ളൂ സാധാരണ രീതിയിൽ. ഇത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. ഇത്രയും ടഫായിട്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ സെമ്മിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് S7 ഫസ്റ്റ് ബാച്ചിലെ യൂണിവേഴ്സിറ്റിക്ക് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യിപ്പിക്കാൻ കാരണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് നമുക്ക് നമ്മളെ ഈ സാധനം വെച്ചിട്ട് T2/T1 = ഇതിൻ്റെ അകത്ത് തന്നെ ഉത്തരം കിട്ടുന്നതാണ്. P2 ഇങ്ങനെ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. Γ-1 / Γ. ചിലപ്പോൾ ഗാമക്ക് പകരം n ആയിരിക്കും തരുവാന്ന് മാത്രമേ ഉള്ളൂ. n = 1.35 അങ്ങനെ എന്തെങ്കിലും വാല്യൂ വരും. എന്നാൽ ഇക്വേഷൻസ് എന്താണ് സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളെ അറ്റൻഡൻസിലേക്ക് പോവാം.